that in every single domain that Operation Sindhur has been prosecuted, there has been absolute synergy between the three services. Not only have we, in this endeavor, been fully supported by our government, departments and agencies, I cannot here not mention our 140 crore countrymen that have stood behind us with their prayers and goodwill. Our fight is with the terrorists. Our fight is not with the Pakistan military or Pakistan civilians. So that is very clear, and we are very clear in our targeting. So it is a cat and mouse game, and you have to be ahead of the curve to beat your adversary. So that is what is going to happen. So if you ask, was this different? Was this engagement different? Definitely it was different. And a lot of new aspects have come out, but we were prepared for it, we were trained for it, and we were equipped for it. നമസ്കാരം. പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷം സ്ഥിതിഗതികൾ ശാന്തമാണ് ഇതുവരെ. തുടർച്ചയായി 2 ദിവസങ്ങളിൽ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചു. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ഇന്ത്യക്ക് ആക്രമണം നടത്തേണ്ടി വന്ന സാഹചര്യം, പാക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് എല്ലാം വിശദമായി പറഞ്ഞു, തെളിവ് സഹിതം. 2 ദിവസവും ഇന്ത്യ വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോരാട്ടം ഭീകരതയ്ക്കെതിരായതാണ് എന്നതാണ്. ഇതിനിടെ വിഷയത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായോ എന്നതിൽ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും DGMOമാർ തമ്മിൽ അല്പസമയം മുൻപ് നിർണായക ഹോട്ട്ലൈൻ ചർച്ച നടത്തി. അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുമോ? ഇന്ത്യൻ കരുത്തിന് മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങിയോ? വിശ്വസിക്കാമോ പാകിസ്ഥാനെ? എൻകൗണ്ടർ പ്രൈം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻകൗണ്ടർ പ്രൈമിലെ അതിഥികൾ ഡോക്ടർ മോഹനൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ്, ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസിന്റെ പ്രതിനിധി, ശ്രീ PR ശിവശങ്കർ, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ഡോക്ടർ മോഹനൻ പിള്ള. കഴിഞ്ഞ തുടർച്ചയായ 2 ദിവസങ്ങളിൽ നമ്മൾ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം, കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കുകയായിരുന്നു. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയാണ്. ചില കാര്യങ്ങൾ അതിന്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിനു മുൻപ് കാണാത്ത തരത്തിലേക്കുള്ളതാണ് എന്നതിൽ തർക്കമില്ല. ഈ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു കാര്യം എടുത്തു പറയുന്നത്, 2 ദിവസവും പറയുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ്, അതല്ലാതെ പാകിസ്ഥാനെതിരായതല്ല, അവിടുത്തെ ജനങ്ങൾക്കെതിരായതല്ല, അവിടുത്തെ സൈന്യത്തിനെതിരായതല്ല എന്ന് പറയുന്നു. വളരെ കൃത്യമല്ലേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം? ഡോക്ടർ മോഹനൻ പിള്ള. ലക്ഷ്യം വളരെ കൃത്യം തന്നെയാണ്. ആൻഡ് എഫക്റ്റീവ് കോർഡിനേഷൻ അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് മെത്തഡോളജി അത് ഇവോൾവ് ചെയ്തു വന്നിട്ടുമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ DGMOs നമ്മുടെ 3 ആർമി നേവി എയർഫോഴ്സിൻ്റെ 3 സീനിയർ ഉദ്യോഗസ്ഥന്മാരും വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിലിറ്ററി എയിം അക്കംപ്ലിഷ് ആയിട്ടുണ്ട്. മിലിറ്ററി എയിം അക്കംപ്ലിഷ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൽ ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് 2 എയിമാണ് ഇതിനകത്തുള്ളത്: പൊളിറ്റിക്കൽ എയിം ആൻഡ് മിലിറ്ററി എയിം. പൊളിറ്റിക്കൽ എയിം അത് സെപ്പറേറ്റാണ്. മിലിറ്ററി എയിം എന്നുള്ളത് പൊളിറ്റിക്കൽ എയിം അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ത്രൂ മിലിറ്ററി, അതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മിലിറ്ററി എയിം ഡിഫൻസ് ഫോഴ്സസിനോട് പറഞ്ഞിട്ടുള്ളത്, ബിക്കോസ് വർഷങ്ങളായി ആയിട്ടുള്ള ടെററിസ്റ്റ് വിക്ടിം ആയതുകൊണ്ട് വി ഹാവ് ടു ഗീവ് എ ബിഫിറ്റിംഗ് റിപ്ലൈ ടു ദ ടെററിസ്റ്റ് എന്നുള്ളതിൽ ഡിഫൻസ് ഫോഴ്സസിന് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് അറ്റ് ദ സെയിം ടൈം ലോകരാജ്യങ്ങളുടെ റെക്കഗ്നീഷനും കിട്ടണം. ഷുഡ് നോട്ട് ഡു എനിത്തിങ് റോങ് ആൻഡ് നോ സിവിൽ കാഷ്വാലിറ്റി, ബെയർ മിനിമം സിവിലിയൻ കാഷ്വാലിറ്റി. അപ്പം അങ്ങനെയാണ് ആ മിലിറ്ററി എയിം കൊടുത്തത്. ആ എയിം വാട്ട് എന്താണോ മെയിൻ എയിം എന്നുള്ളത് അത് മിഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. പക്ഷേ അതിനകത്ത് ഉള്ള ഒരു വിഷയം പൊളിറ്റിക്കൽ എയിം എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ എയിം 100% സക്സസ് ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വി ഹാവ് ടു വെയിറ്റ് ഫോർ കപ്പിൾ ഓഫ് ഡേയ്സ് മോർ വെയർ ദാറ്റ് വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ചർച്ച നടന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് ഈ DGMO ലെവലിലുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി മിലിറ്ററി എയിം ഓൺലി വി വിൽ ബി ഡിസ്കസിങ്. ദാറ്റ് മീൻസ് ബാറ്റിൽ ഡാമേജ് report basically used to discuss each other.
അതാണ് ബേസിക്കലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രൈം കോൺസേൺ എനിക്ക് തോന്നുന്നത് BSFൻ്റെ നമ്മുടെ ഒരു ജവാന് അവരുടെ കസ്റ്റഡിയിലുണ്ട്. അതെങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു മിലിറ്ററി ആസ്പെക്റ്റ് മാത്രമേ DGMO ലെവലിൽ ഡിസ്കഷൻ വരികയുള്ളൂ. അല്ലാതെ നത്തിങ് മോർ ടു കം. ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഡീഎസ്കലേഷൻ അല്ലെങ്കിൽ ട്രൂപ്സ് ഇപ്പോൾ ഒരു സൈഡിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നോട്ട് ചെയ്യുകയാണ് അക്രോസ് ഫോർ എക്സാമ്പിൾ സിയാൽകോട്ടിൽ അവരുടെ ഒരു മാസീവ് മൊബിലൈസേഷൻ ഉണ്ട്, അവരിതുവരെ പുറകോട്ട് മാറിയിട്ടില്ല. ദെൻ വി യൂസ് ടു ടിക്ക് ഓഫ് സെയിങ് ദാറ്റ് ഓക്കെ യുവർ പീപ്പിൾ ആർ ഡിപ്ലോയ്ഡ് ദെയർ സ്റ്റിൽ ആൻഡ് വാട്ട് ഈസ് ആസ് പെർ ദി റൂൾ ഇറ്റ് ഈസ് not supposed to be. So you have to withdraw furthermore. Only regular rangers has to be there, not the regular Pakistan army or terrorist army there. അപ്പം അങ്ങനെയുള്ള ആണ് ബേസിക്കലി ഈ DGMO ലെവലിലുള്ള ചർച്ചകൾ എന്ന് പറയുന്നത്. അത് ഇറ്റ് വിൽ കണ്ടിന്യൂ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ DGMO വിൽ നെവർ ടേക്ക് എ ഡിസിഷൻ അലോൺ. ഓക്കെ വെയിറ്റ് ഔട്ട് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഫർദർ പൊളിറ്റിക്കൽ ലെവലിൽ അവരോട് കൺസെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ വി യൂസ് ടു ഗിവ് ദ റിപ്ലൈ. അപ്പോൾ അങ്ങനെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ട 2 കാര്യങ്ങൾ ഇന്നിപ്പം അവർ പറഞ്ഞു. ദാറ്റ് മീൻസ് PL-15 എന്ന് പറയുന്നതിന് ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് ചൈനീസ് മിസൈൽ എന്നുള്ളത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ചൈനീസ് മിസൈൽ നമുക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ വി ഗോട്ട് എവിഡൻസ്. പക്ഷേ ഓപ്പണായിട്ട് ഇപ്പോഴാണ് ഡിഫൻസ് ഫോഴ്സസ് അത് ഡിക്ലെയർ ചെയ്തത്, ഇന്നാണ്. ഈ ചൈനീസ് PL-15 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? അതിന് ആ 2016 പറഞ്ഞുകൊണ്ടിരുന്നത് തണ്ടർബോൾട്ട് 15 എന്നാണ്. അത് വളരെയധികം പ്രഹരശേഷി, ഫയർ പവർ കൂടുതലും പ്രഹരശേഷി കൂടുതലുള്ളതുമായിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണെങ്കിലും നമ്മളുടെ ആകാശിൻ്റെ റേഞ്ച് കുറവാണ്, 45-50 ഓർ മാക്സിമം 60 കിലോമീറ്ററാണ്. പക്ഷേ ഡിഫൻസിന് ഏറ്റവും ബെസ്റ്റാണ്, ഡിഫൻസീവ് പർപ്പസിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആകാശ് എന്ന് പറയുന്ന ആ മിസൈൽ അവരുടെ ഈ PL-15നെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ PL-15 യൂട്ടിലൈസ് ചെയ്യുന്നത് PLA എയർഫോഴ്സും PLA നേവി എയർഫോഴ്സുമാണ്. പിന്നെ മൂന്നാമത് യൂസ് ചെയ്യുന്നത് ടെററിസ്ഥാൻ ആർമിയുമാണ്. ഈ 3 ഫോഴ്സുകളാണ് ഈ PL-15 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതപ്പം പൊതുവേ ഇത് ചൈനയ്ക്കും ഒരു നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ തണ്ടർബോൾട്ട് അവരുടെ ഫെയിലിയർ എന്നുള്ളത്. ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം, അത് ആ സമയത്ത് മേ ബി ദാറ്റ് വാസ് ടു ഗുഡ്. പക്ഷേ നമ്മളുടെ DRDOയിൽ പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇനിയും ഫർദർ ചൈനീസ് മോർ ഇംപ്രൂവൈസ്ഡ് വെർഷൻ ഉണ്ടായിക്കൂടാഴികയില്ല. അപ്പോൾ നമ്മളത് വീണ്ടും ഇതിങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ആസ് ഓഫ് നൗ വി ആർ വെൽ ഓഫ് എന്നുള്ളതാണ്. പിന്നെ ഈ DGMO ലെവലിലുള്ള ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സീസ്ഫയറിനെ ഞാൻ 2 പോയിന്റിലാണ് കാണുന്നത്. ഒന്ന്, അതായത് ഇപ്പം അവർ കണ്ടീഷൻസ് വെക്കാതെ തന്നെ അവരുടെ ബലൂച്ചിലോട്ടുള്ള ആ ഇൻറ്റേർണൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ അവരുടെ ആർമിയെ അല്ലെ ആംഡ് ഫോഴ്സസിനെ ഡൈവേർട്ട് ചെയ്യും. കാര്യം ഇവിടെ ഈ ലാസ്റ്റ് വീക്കിൽ സിന്ദൂറിന് മുമ്പും സിന്ദൂർ ടൈമിലും മാക്സിമം മൊബൈലൈസേഷൻ ഇന്ത്യക്കെതിരായിട്ടായിരുന്നു. അപ്പോൾ അവിടെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ട്രൂപ്സ് ഇല്ലായിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സേനാനികൾ വാട്ട് ഇറ്റ് ഈസ് അവരത് എടുത്തു. അപ്പോൾ ഇപ്പം ടെററിസ്ഥാന് വേണ്ടത് ഒരു ടൈമാണ്, ടൈം ബൈയിങ് ആണ്. ഈ ടൈം ബൈയിങ് എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ എയിമാണ്. അതാണ് ഞാൻ വീണ്ടും വരുന്നത്. ആ ടൈം ബൈയിങ്ങിൽ അവർ തൽക്കാലത്തേക്ക് സീസ് ഫയർ വരുന്നു എന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാര്യം അവരൊരിക്കലും ആ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള നമ്മുടെ വാട്ടർ ഡിപ്ലോമസി ആണെങ്കിലും അത് കുറവ് വരാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു കൺസെപ്റ്റിൽ ടൈം ബൈയിങ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാര്യം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ 62-ൽ ചൈനയുമായിട്ട് ബാറ്റിൽ യൂസ് ചെയ്തതാണ്. ദാറ്റ് ടൈം അവർ എയിം വാസ് ടു ബൈ ടൈം. അതുപോലെ തന്നെ ടു ഹോൾഡ് ദ ലാൻഡ്, അതാണ് പൊളിറ്റിക്കൽ എയിം. കൂടുതൽ സമയം നമുക്ക് അത്രയും ട്രൂപ്സ് ഇല്ലായിരുന്നു. അവരുടെ മാസീവ് PLAയുടെ മാസീവ് അറ്റാക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ടെറൈനും അങ്ങനെയാണ്. ദാറ്റ് ടൈം വി വെയർ നോട്ട് ദാറ്റ് മച്ച് എക്യുപ്ഡ് ആൻഡ് ദാറ്റ് മച്ച് ഡെവലപ്ഡ് ആംഡ് ഫോഴ്സസ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ടൈം ബൈയിങ് ആയിരുന്നു. അവരെ മാക്സിമം റെസിസ്റ്റ് ചെയ്ത് സമയം ചോദിക്കുക ഡിസ്കഷന് വേണ്ടി എന്നുള്ളത്. ആ സ്ട്രാറ്റജിയാണ് ഇന്ന് ടെററിസ്ഥാൻ എടുത്തിട്ടുള്ളത്. കാര്യം ടൈം ബൈയിങ്. അവർക്കിപ്പം മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ ബലൂച്ചിൽ അല്ലെങ്കിൽ ഇന്റേണൽ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവരുടെ ട്രൂപ്സിനെ യൂട്ടിലൈസ് ചെയ്യണം. ഫോർ ദ ടൈം ബീയിങ് ഡി എസ്കലേഷൻ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ എന്നുള്ള പോയിന്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് അവർക്കത് മനസ്സിലാകുകയാണ് ചെയ്തത്. അവരുടെ എസ്റ്റിമേഷൻ കംപ്ലീറ്റ് തെറ്റിപ്പോയി. കാര്യം ഇത്രയും ഹെവി ആയിട്ടുള്ള ഫയർ പവർ വരും എന്നുള്ളത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല.
അതായത് മാക്സിമം ഡാമേജ് എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചില്ല. രണ്ടാമത് അവർ പ്രൊപഗണ്ട വാർഫെയറിൽ 1 സ്റ്റെപ്പ് എഹഡ് ആണെങ്കിൽ പോലും അതിൽ മാത്രമേ അവർ 1 സ്റ്റെപ്പ് എഹഡ് ഉള്ളൂ. അല്ലാതെയുള്ള എല്ലാ ഫീൽഡിലും ഇന്ത്യ വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വിത്ത് സോളിഡ് പ്രൂഫാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് വി ഹാവ് ഡൺ ഇറ്റ്, ദിസ് വാസ് അവർ റെയ്ഡ്, ദിസ് വാസ് അവർ അറ്റാക്ക്, ആൻഡ് ദിസ് വാസ് ദി ബിഫോർ ദ ഒബ്ജക്റ്റ് വാസ് ലൈക്ക് ദിസ്, ആൻഡ് ആഫ്റ്റർവേഴ്സ് വാട്ട് വാസ് ദ ഒബ്ജക്റ്റ് ലൈക്ക് ദിസ്, ആൻഡ് വി ആർ ഓണിങ് അപ്പ്, നമ്മൾ പറയുന്നു ഓക്കെ വി ഡിഡ് ദിസ്, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദി ടാർഗറ്റ് ബിക്കെയിം ലൈക്ക് ദാറ്റ്. അപ്പം ആ ഒരു രീതിയിൽ ലോകത്തിന് പറയുമ്പോൾ അവർക്ക് ഈ 2 രീതിയിലും കൂടി വരുമ്പോഴേക്കും ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ തൽക്കാലം പുറകോട്ട് പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഒരു സീസ് ഫയർ എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് കാണുവാൻ പറ്റുള്ളൂ. കാര്യം അവർക്ക് വേണ്ടത് അവരുടെ ആത്മാഭിമാനം ജനങ്ങളെ കൂട്ടത്തിൽ നിർത്തുക. അതിന് പ്രൊപഗണ്ട വാർ കൂട്ടത്തിൽ വെച്ചുകൊണ്ടേയിരുന്നു, മാക്സിമം കാഷ്വാലിറ്റി കൊടുത്തു. കാഷ്വാലിറ്റി നമ്മുടെ സൈഡിലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. വെൻ there is an action and calculated risk one has to take, ആ കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ എടുത്തിട്ടുമുണ്ട്. ഇപ്പോഴുള്ള നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് DGMO ലെവലിൽ നമ്മളുടെ ആ BSF ജവാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടോക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എസ്കലേഷൻ ടോട്ടലി അവരെ എത്രത്തോളം പുറകോട്ട് മാറിയിട്ടുണ്ട്, എന്താണ് അവരുടെ ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ മാത്രമേ ഇപ്പോൾ നടക്കുകയുള്ളൂ. പക്ഷേ പൊളിറ്റിക്കൽ എയിമിൽ വരുമ്പോഴാണ്, ഗവൺമെൻറ് ലെവലിൽ ചർച്ച വരുമ്പോൾ നമ്മൾ എന്തു പറയും, അതായത് വാട്ടർ ഡിപ്ലോമസി അല്ലെങ്കിൽ സിന്ധു നദിയുടെ അത് അവർക്ക് ജലം വിട്ടുകൊടുക്കുക. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അവർ ആ ഒരു പോയിന്റിൽ പുറകോട്ട് പോകുമെന്ന്. അവരതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിടിച്ചു നിൽക്കും. അവർ ഏത് ലോകരാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും. അത് വളരെ കൃത്യമാണ്. പക്ഷേ അന്നേരം പോലും നമ്മൾ അഥവാ ബൈ ചാൻസിൽ നമ്മൾ അതിൽ ഒരു സ്റ്റെപ്പ് ഇച്ചിരി അയവ് കൊടുത്താൽ പോലും നമ്മളുടെ ബാർഗെയിൻ മിലിറ്ററി എയിം എന്ന് പറയുന്നത് ടെററിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിനായിട്ടുള്ള ഭീകരവാദികളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭീകരവാദികളെ, കണ്ടഹാറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ തീവ്രവാദിയെ അവരെ തിരിച്ചു കിട്ടാനുള്ള കണ്ടീഷൻ നമ്മൾ വെച്ചാൽ ലോകത്തിന്റെ മുന്നിൽ ഈ പൊളിറ്റിക്കൽ എയിമും ആൻഡ് സോളിഡ് ഗവൺമെന്റ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ് പൊളിറ്റിക്കൽ എയിം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡോക്ടർ PJ വിൻസെന്റ്, ഇപ്പോൾ ഇതിനു മുൻപ് നടന്നിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അത് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ഈ പെഹൽഗാമിന് മുൻപ് നടന്നിട്ടുള്ള പുൽവാമയുണ്ട്, ഉറിയുണ്ട്, ഇനി അതിനൊക്കെ മുൻപ് പാർലമെന്റ് അറ്റാക്ക്, മുംബൈ ഭീകരാക്രമണം, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാലും നമ്മൾ തിരിച്ച് ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഡോക്ടർ PJ വിൻസെന്റിലേക്ക് എത്താം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ഈ കാര്യത്തിൽ സൈന്യത്തിനൊപ്പം തന്നെയാണ് ഈ നാട് മുഴുവൻ. ഇതുവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്താണ് ചെയ്തിട്ടുള്ളത്, പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് കാണിച്ചതിന് നൽകിയ തിരിച്ചടി എന്നത്, അതിലെങ്ങനെയാണ് നമ്മൾ അതിന് പ്രത്യാക്രമണം നടത്തിയത് എന്നത് സൈന്യം തുടർച്ചയായി വിശദീകരിക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഒരു വിയോജിപ്പ് അറിയിക്കുന്നത്? ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്? ഇനി തെറ്റുപറ്റരുത് എന്നിന്നിപ്പോൾ KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുകയാണ്. അത് പ്രധാനമായും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഡോക്ടർ ജിൻഡോ ജോൺ? ശ്രീ അനുജ, ഇതിൽ ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ ഭീകരവാദികൾ വന്ന് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി 26 മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ സൈന്യം എടുക്കുന്ന ഏത് തീരുമാനത്തെയും, ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനുമുള്ള സൈന്യത്തിൻ്റെ ഏത് തീരുമാനത്തെയും 100% പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ എടുത്തത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തരത്തിലുള്ള തീരുമാനങ്ങളെയും പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അത്തരത്തിലുള്ള പിന്തുണയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റവുമില്ല, ഈ നിമിഷം വരെ അതിൽ മാറ്റമില്ല. പക്ഷേ അത് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ അളന്നു തൂക്കി പാകിസ്ഥാന് അതിനുള്ള മറുപടി കൊടുത്തു. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റൊക്കെ നടന്നു. ഇപ്പോൾ സീസ് ഫയറാണ്. സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൊടുത്ത ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഇപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ, അവർ പാലൂട്ടി വളർത്തുന്ന ഭീകരവാദികൾ ഇന്ത്യയുടെ ഭൂമിയിൽ കടന്നു വന്ന് നമ്മുടെ ടൂറിസ്റ്റുകളായിട്ടുള്ള സിവിലിയനുകളായിട്ടുള്ള 26 മനുഷ്യരെ വെടിവെച്ച് കൊന്ന വിഷയത്തിൽ നമ്മൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു, കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 2 സർവകക്ഷി യോഗം നടന്നു. ആ 2 സർവകക്ഷി യോഗത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് മറ്റു പല തിരക്കുകളും ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ
അങ്ങനെ പങ്കെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സ്പോസിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. അമേരിക്കയുടെയും അദ്ദേഹത്തിൻ്റെയും നിരന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നു. അതിനെ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ തള്ളിപ്പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. മാത്രമല്ല US സ്റ്റേറ്റ് സെക്രട്ടറി കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും എസ് ജയശങ്കർ എന്ന് പറഞ്ഞ വിദേശകാര്യമന്ത്രിയോടും സൈനിക മേധാവിയോടും ഒക്കെ തുടക്കത്തിൽ തന്നെ ഒരു വിശദീകരണത്തിൽ മൂന്നാം കക്ഷിയുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. പക്ഷെ അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് തോന്നുന്നു. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി വരുന്നു. കൂടാതെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ട്വീറ്റുകൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ ഇതിനൊരു സംശയനിഴലിൽ ആക്കി നിർത്തുന്നത് ഡോക്ടർ ജിൻഡോ? അല്ല, നമ്മളുടെ പ്രശ്നം എന്നത് നമ്മളുടെ പ്രഖ്യാപിത നിലപാട്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള തർക്കത്തിൽ ഒരു കാരണവശാലും മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ട എന്നുള്ളതാണ് നമ്മുടെ എക്കാലത്തെയും പ്രഖ്യാപിത നിലപാട്. പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന രാഷ്ട്രീയ തീരുമാനം. ആ തീരുമാനത്തിൽ എപ്പോഴാണ് മാറ്റം വരുന്നത്? ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ അമേരിക്കൻ പ്രസിഡന്റിന് എന്താ അധികാരം? ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെയും കൂടി പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? അങ്ങനെ ഒരു ഇടപെടലും അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടില്ലെങ്കിൽ മൈ ഫ്രണ്ട് ട്രംപ് എന്ന് നിരന്തരം പറയുന്ന നരേന്ദ്രമോദി പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പറയണമായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിരന്തര ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയണം. അല്ലെങ്കിൽ ആരാണ് ഇടപെടിച്ചത്, ആരൊക്കെയാണ് സംസാരിച്ചത്, അത് പറയണ്ടേ? മൂന്നാമതൊരു കക്ഷിയെ ഇടപെടുത്താൻ നമ്മൾ തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പോരായികയാണ്. കാരണം 26 മനുഷ്യരെ നമ്മുടെ ഭൂമിയിൽ കടന്നു വന്ന് അവരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അന്ന് ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത, ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഭീകരവാദികളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അവരാരൊക്കെയാണ് എന്ന് നമുക്ക് അവരെ പിടിച്ചുകൊണ്ടുവന്ന് ലോകത്തിന് മുമ്പിൽ വെളിവാക്കാൻ പറ്റിയോ? അത് സാധിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയ ഒരു ഫൈറ്റിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് അമേരിക്ക പറഞ്ഞിട്ടാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആര് പറയുന്നത് വിശ്വസിക്കേണ്ടത്? ഇന്ത്യയുടെ സൈന്യത്തെ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ അവർക്ക് പൂർണ്ണ അധികാരം കൈമാറി അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീവ്രവാദികളെ നമുക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടോ? നമുക്ക് ആർക്കും അറിയില്ല. എന്ത് സ്റ്റാൻഡിലാണ് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത്? നമ്മൾ കുറെ കൂടി ഓരോ ഘട്ടത്തിൽ അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാങ്കേതിക ശക്തി, നമ്മുടെ സൈനിക ശക്തി, നമ്മുടെ സാമ്പത്തിക വളർച്ച, ഇതൊന്നും പാകിസ്ഥാനെ പ്രൂവ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. ലോകത്താകമാനമുള്ള മുഴുവൻ രാജ്യങ്ങൾക്ക് അറിയാം പാകിസ്ഥാനേക്കാൾ ഈ പറഞ്ഞ മുഴുവൻ മേഖലകളിലും ഇന്ത്യ ഒരുപാട് മുന്നിലാണെന്ന്. അപ്പൊ അത് പ്രൂവ് ചെയ്യലല്ലോ നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം എന്താ? ഈ പഹൽഗാമിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു കളഞ്ഞ ഭീകരവാദികളെ നമുക്ക് പിടിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം. അത് നമ്മൾ സാധൂകരിച്ചോ? ആരൊക്കെയാണ് ഭീകരവാദികൾ? അതിന് നേതൃത്വം നൽകിയ ഭീകര സംഘടനകൾ എവിടെയോ അവിടെ കയറിയാണല്ലോ അടിച്ചത്. ഏറ്റവും വലിയ കൊടും ഭീകരരെ അതിൽ തന്നെ നമുക്കറിയാലോ, കാന്തഹാർ വിമാന റാഞ്ചലിലെ പ്രതി ആരാണ്? അത് ആസൂത്രണം ചെയ്തത് ആരാണ്? അപ്പോൾ അങ്ങനെ ആ കുടുംബത്തിൽ തന്നെയുള്ള എത്ര പേരെയാണ് വകവരുത്തിയത്? ഇത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ? ഇതിൽ ഇപ്പോൾ താങ്കൾ പറയുന്നത് പൂർണ്ണമായും ഞാൻ താങ്കളോട് തന്നെ യോജിച്ച് നിൽക്കുകയാണ്. ഈ 4 ഭീകരർ എവിടെ എന്നുള്ള ചോദ്യം, അത് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടേണ്ടതാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ഇതെവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ റൂട്ട് എവിടെയാണ്, ഇതിൽ കൊടും ഭീകരരായി ഇത് ആസൂത്രണം ചെയ്ത് നിൽക്കുന്നവരാരാണ്, അവരിലേക്ക് കയറി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ? അതൊരു നേട്ടമല്ലേ ഡോക്ടർ ജിൻഡോ? തീർച്ചയായിട്ടും അനുജ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നേട്ടമാണ്. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധിച്ചത്, നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അത് നമുക്കൊരു വലിയ നേട്ടം തന്നെയാണ്. അവിടെ ചില ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നു ഞാൻ പറഞ്ഞത്. പഹൽഗാമിലെ അക്രമം എങ്ങനെ നടന്നു? അവിടെ എങ്ങനെയാണ് 100-200 കിലോമീറ്റർ അകത്തേക്ക്, ഈ അകത്തേക്ക് കയറി വന്ന് ഈ തീവ്രവാദികൾക്ക് മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചത്? അത് അക്രമം നടന്നു 1.5 മണിക്കൂറിന് ശേഷമാണ് അവിടെ ഈ അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ രക്ഷിക്കാനായിട്ട് അവിടെ സഹായം എത്തിക്കാൻ സാധിച്ചത്. അത് എന്തുകൊണ്ട് വന്നു? അങ്ങനെ ഒരു സെക്യൂരിറ്റി വീഴ്ച എന്തുകൊണ്ട് വന്നു? സൈന്യത്തിന്റെ അംഗബലം എങ്ങനെ കുറഞ്ഞു? ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു. ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത്, ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചോദിക്കും, അമേരിക്കൻ പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറിയും എങ്ങനെ ഇടപെട്ടു? അത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പറയണം, അല്ലാതെ സൈനിക നേതൃത്വമല്ല പറയേണ്ടത്. കാരണം അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെയും US സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും രാഷ്ട്രീയ പ്രഖ്യാപനത്തെ
ലോകം മുഴുവൻ അവരിലൂടെ അറിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ അറിയുന്നത്. അതപ്പോൾ ഒരു നീതികേടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെ, ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അത് അവരുടെ നേതൃത്വം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്ക് എത്തും. കാരണം കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്താണ് താങ്കളുടെ മറുപടി എന്നറിയേണ്ടതുണ്ട്. അതിനു മുൻപായി ഡോക്ടർ PJ വിൻസെന്റ്, ഞാൻ നേരത്തെ താങ്കളോട് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്, ഇതിനു മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം. അതിൽ എങ്ങനെയാണ് നമ്മൾ അതിനൊക്കെയുള്ള മറുപടി നൽകിയിട്ടുള്ളത് എന്നതിനപ്പുറത്തേക്ക് കടന്ന് ഇക്കുറി ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് വ്യത്യസ്തതയാർന്ന ഒന്നായിരുന്നു. അതായത് ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇന്ത്യ മറുപടി നൽകും എന്ന സന്ദേശം അത് കൃത്യമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ട കാഴ്ചകളിൽ നിന്ന് താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ ഇന്ത്യക്കിതിൽ പ്രഹരശേഷിയുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാത്തതല്ല, പക്ഷെ ഇന്ത്യ അതിന് മുതിരുമോ എന്നുള്ളൊരു സംശയമായിരിക്കാം അവർക്കുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ ഇന്ത്യ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത്തരത്തിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഇതിനു മുൻപൊക്കെ ഇന്ത്യ കാണിച്ച ആ ഒരു സ്ട്രാറ്റജികളിൽ നിന്നൊക്കെ എത്രത്തോളം വ്യത്യസ്തമാണ് ഡോക്ടർ PJ വിൻസെന്റ്? നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ വളരെ കൃത്യമായി ടാർഗറ്റഡായിട്ട് മെഷേർഡായി നോൺ എസ്കലേറ്ററി ആയിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് വന്നു എന്നതാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഫേസസ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് 25 മിനിറ്റിനുള്ളിൽ 24 മിസൈൽ സ്ട്രൈക്ക് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള സ്ട്രൈക്കായിരുന്നു. അത് ഇന്ത്യയുടെ റിട്ടാലിയേഷൻ ആയിരുന്നു. ഇന്ത്യയുടെ റിട്ടാലിയേഷൻ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ഫേസ് ആരംഭിക്കുന്നത് റിട്ടാലിയേഷനോട് പാക് പ്രതികരണം, കൗണ്ടർ റിട്ടാലിയേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിർത്തിയിൽ ഉടനീളം വെടിവെപ്പ്, ഷെല്ലിങ്, മിസൈൽ ആക്രമണം ഉണ്ടായി. പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് മുഴുവനും ഇന്ത്യൻ സിവിലിയൻസിനെയായിരുന്നു. മാത്രമല്ല നമ്മളുടെ എയർ കേന്ദ്രങ്ങൾ, ഇപ്പോൾ അവന്തിപ്പുരയും പത്താൻകോട്ടും ജോധ്പൂറും അടക്കമുള്ള ഇന്ത്യയുടെ വ്യോമ താവളങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ്റെ ആക്രമണമുണ്ടായി. അത് രണ്ടാമത്തെ ഫേസാണ്. അത് ഡിഫെൻസീവ് ഫേസാണ്. ഇന്ത്യ പാകിസ്ഥാൻ്റെ കൗണ്ടർ ഒഫൻസീവിനെ വളരെ ഫലപ്രദമായി ഇന്ത്യ ഡിഫെൻസ് ചെയ്തു. മൂന്നാമത്തെ ഫേസ് ഒരു ഒഫൻസീവ് ഫേസ് കൂടെ ഉണ്ട്. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒഫൻസീവ് എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിരുന്നു. പാകിസ്ഥാൻ്റെ 14 വ്യോമ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് റാവൽപിണ്ടി പാകിസ്ഥാൻ്റെ യഥാർത്ഥ തലസ്ഥാനമാണ്. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണെങ്കിലും പാകിസ്ഥാൻ്റെ അധികാര കേന്ദ്രം ഇരിക്കുന്നത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വിമാനത്താവളം തകർത്ത് തരിപ്പണമാക്കി. അതിനുവേണ്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈലുകളൊന്നായിട്ടുള്ള ബ്രഹ്മോസിൻ്റെ ആദ്യത്തെ ഉപയോഗമാണ്. സാധാരണ കോമ്പാറ്റിൽ യുദ്ധമുഖത്ത് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു മിസൈലാണ്. ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് നൂർഖാൻ തകർത്തത്. അതായത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു മിസൈൽ പാകിസ്ഥാൻ്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ അയക്കാൻ എന്താ ഇന്ത്യക്ക് ഒരു പ്രയാസവുമില്ല. അത്ര ശക്തമായ ഒഫൻസ് ആയിരുന്നു. മാത്രമല്ല അവരുടെ ഈ മിലിറ്ററി ന്യൂക്ലിയർ നെർവ് കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത് ജാക്കോബാബാദിലെ എയർബേസ് ആണ്. അവിടെ അവരുടെ F-16 യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് വളരെ സേഫായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രമാണ്. അതും ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധത്തെയും അവരുടെ ആയുധ ശേഖരത്തെയും നിർണായകമായി തകർക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ ഒഫൻസീവിന് കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇതുവരെയുള്ളത് പ്രതിരോധവും മാത്രമായിരുന്നു, പരിമിതമായ ഒഫൻസീവുമായിരുന്നുവെങ്കിൽ ഇത്തവണ ഇപ്പോൾ ശരിയാണോ എന്നറിയില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാൻ്റെ വ്യോമ കേപ്പബിലിറ്റിയുടെ 20% തകർക്കപ്പെട്ടിരിക്കുന്നു. വ്യോമ പ്രതിരോധത്തിൻ്റെ 20% തകർക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് കേണൽ ജനറൽ രാജീവ് ഖായ് നടത്തിയ പത്രസമ്മേളനത്തിൽ അവരുപയോഗിച്ചൊരു വാക്ക് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നാണ്.
ഇതുവരെ അങ്ങനെയായിരുന്നു. പാകിസ്ഥാൻ എന്ന് ആക്രമിക്കും, തിരിച്ചു പോകും, ഇന്ത്യ അങ്ങോട്ടൊന്ന് ആക്രമിക്കും, തിരിച്ചിങ്ങോട്ട് വരും. ഇങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഇതുവരെ സംഭവിച്ചതെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെയല്ല. അതിൻ്റെ മൂന്നാമത്തെ ഫേസിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒഫൻസീവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. പാകിസ്ഥാന് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അത് തകർന്നടിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഒരു നഗരങ്ങൾക്കും ഇന്ന് എയർ ഡിഫൻസ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ചൈന കൊടുത്തിട്ടുള്ള PL-15 അതിൻ്റെ കാര്യം മോഹനൻ പിള്ള പറഞ്ഞു. അതോടൊപ്പം തന്നെ JK-17 എന്ന് പറയുന്ന അവരുടെ ജെറ്റ് വിമാനങ്ങൾ അവർക്ക് ഇന്ത്യൻ അതിർത്തി കടക്കാനും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ അത് നിർമ്മിക്കുന്ന അവരുടെ ചെങ്ഡു എന്ന കമ്പനിയുടെ ഷെയറുകൾ 40% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എനിക്കും നമ്മുടെ മനസ്സിലുമുള്ളത്. അതിലാദ്യത്തേത്, ഈ തീവ്രവാദികൾ എവിടെ പോയി? ഈ വെടിവെച്ച് വന്നവരെ പിടിക്കണ്ടേ? രണ്ടാമത്തത് വളരെ എഫക്റ്റീവായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ പ്രാദേശികമായ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തെളിഞ്ഞു. ആ പ്രാദേശിക സഹായം കൊടുത്ത ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തോ? അവരെ രാജ്യദ്രോഹികളല്ലേ, അവരെ ബഹുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണ്ടേ? മൂന്നാമത്തെ പ്രശ്നം, ആകെ ആശങ്കയോടുകൂടി ഞാൻ കാണുന്നത് എന്ത് സംഭവിച്ചു നമ്മുടെ റഫേലിന് എന്നുള്ളതാണ്. അത് ഈ DGMOയുടെ മീറ്റിങ്ങിലും പത്രപ്രവർത്തകർ ചോദിച്ചിരുന്നു. അത് യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. റഫേൽ നഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് വേറൊന്നുകൊണ്ടുമല്ല കേട്ടോ, ഒന്നറിയാനുള്ള ഒരു താല്പര്യം. ഒരു പക്ഷേ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഈ 8 മണിക്കത്തെ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ പത്രസമ്മേളനത്തിൽ മറുപടി പറയുമായിരിക്കും. ഇല്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോഴും പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. യുദ്ധമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള DGMO തല ചർച്ചയിൽ എന്താണ് അവിടെ ചർച്ചാ വിഷയമായിട്ടുള്ളത് നമുക്കറിയില്ല. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ PR ശിവശങ്കർ, ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് ഈ വിഷയത്തിൽ, പക്ഷേ അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ നേരത്തെ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടുന്ന സമയമാണ്, അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യങ്ങളാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഏറ്റവും പ്രധാനമായ ഇതിൽ സിംല കരാറിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? മറ്റൊരു രാജ്യം ഇടപെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് ആദ്യം നമ്മളിങ്ങനെ ഒരു വെടിനിർത്തലിനെ കുറിച്ച് കേൾക്കേണ്ടി വന്നത്? ഈ ഭീകരരെവിടെയാണ്? അവർക്ക് എന്ത് സംഭവിച്ചു? അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സുരക്ഷാ വീഴ്ച അത് ആദ്യ ദിവസം തന്നെ അവർ ചോദിച്ചതാണ്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയി. കാരണം ആ സാഹചര്യത്തിൽ അത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരേണ്ട എന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ ഇനി ഈ ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നാണ് പറയേണ്ടത്. ഉത്തരം നൽകേണ്ടത് ചോദ്യങ്ങളല്ലേ ശ്രീ PR ശിവശങ്കർ? തീർച്ചയായും ഞാൻ അത് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഉത്തരം നൽകേണ്ട പല ചോദ്യങ്ങൾക്കും ശ്രീ ഡോക്ടർ മോഹൻ പിള്ളയും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെന്റും അതിമനോഹരമായി ഒരുപക്ഷെ എന്നേക്കാൾ നല്ല ഭാഷയിൽ അവർ ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അനുജ, ഞാൻ താങ്കൾ ചോദിച്ച ആദ്യത്തെ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ ക്ലിയർ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മാത്രം ശ്രീ മോഹൻ പിള്ള പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രം അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം അങ്ങനെ തെറ്റായി പറഞ്ഞതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കിൽ അദ്ദേഹം പറഞ്ഞത് മിലിറ്ററി ടാർഗറ്റ്സ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്, പക്ഷേ ദ പൊളിറ്റിക്കൽ ടാർഗറ്റ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ പൊതുപക്ഷെ രാഷ്ട്രീയ നമ്മുടെ കാണികൾ അല്ലെങ്കിൽ 24-ന്റെ വ്യൂവേഴ്സ് അതൊരു രാഷ്ട്രീയ കാരണങ്ങൾ എടുക്കുമോ എന്ന് ഭയം കൊണ്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ മാത്രം ഞാൻ ഈ സമയത്തിൽ കുറച്ചെടുക്കുന്നു. ഒന്ന്, അദ്ദേഹം പൊളിറ്റിക്കൽ മീൻസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് മിലിറ്ററി നേട്ടങ്ങളല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ നേടിയതെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അത് വളരെ വ്യക്തമായി പറഞ്ഞു. അതിൽ അദ്ദേഹം വിട്ടുപോയതോ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ രാജ്യാന്തര തലത്തിൽ നമ്മൾ നേടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന OPEC രാജ്യങ്ങളോ അതല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളോ അവ പോലും ഇന്ന് ഈ രാജ്യത്തോട്, പാകിസ്ഥാനോട്, അദ്ദേഹത്തിന്റെ ഭാഷയെ പറഞ്ഞ് ഈ ടെററിസ്ഥാനോട് ഒരു അടുപ്പവും കാണിച്ചില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം നിന്നില്ല. നമുക്കറിയാം ആകെ 2 രാജ്യങ്ങൾ മാത്രം, ചൈന പോലും അത്ര നമ്മളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നിന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് നേട്ടമായി കാണണം. മറ്റ് സൗദി അടക്കം UAE അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടുകളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു, പാകിസ്ഥാൻ ഒട്ടും അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ട പോലെ ആയിരുന്നില്ല ആ ഭാഗങ്ങൾ നടന്നിരുന്നത്. 2, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാന്റെ അകത്ത് പോയിട്ട് അവരുടെ ടെറർ ലോഞ്ച് പാഡുകൾ അതാണ് നമ്മൾ ആക്രമിച്ചത്.
അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇനി അടുത്ത 10-15 വർഷത്തേക്ക് ഒരുപക്ഷെ ഈ ടെറർ ഓർഗനൈസേഷൻസിന് ധാരാളം പേരുകൾ, പുതിയ പുതിയ പേരുകളുമായി വരുന്നവരും പഴയ പേരുകൾക്കും അത്തരം ആളുകൾക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കുറെ നാളുകൾക്കെങ്കിലും ശേഷമേ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാമ്പത്തികമായി അവരെ 10-15 വർഷത്തേക്ക് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് നമ്മൾ പുറകിലേക്ക് വലിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട്. IMF-നോട് ഈ പാകിസ്ഥാൻ മേടിച്ച വലിയ ഒരു ലോൺ, പാകിസ്ഥാൻ ബിക്കേം ഒരു ബഗർ നാഷനായി മാറിയിരിക്കുന്നു. അവർക്ക് ഈ കുറഞ്ഞ ഒരാഴ്ചത്തെ യുദ്ധം പോലും പിടിച്ചു നിൽക്കാനാവുന്നില്ല. സാമ്പത്തികമായിട്ട് അവർ തകർന്നിരിക്കുന്നു എന്നതും മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ വിദേശകാര്യത്തിലായാലും അവരുടെ സുഹൃത്തുക്കളെ വിടുന്ന കാര്യത്തിലായാലും അവരുടെ ടെറർ ക്യാമ്പുകളിലായാലും അവരെ സാമ്പത്തികമായി തകർക്കുന്ന കാര്യത്തിലായാലും ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു മിലിറ്ററി സക്സസ് മാത്രമല്ല, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കുന്ന ഒന്നാണ്. രണ്ട്, നമ്മൾ നേടിയിരിക്കുന്നതും ഇപ്പം ഇത് കൂടാണ്ട് തന്നെ ഇപ്പം നിരന്തരമായി പറയുന്നത് നമ്മൾ ബാക്കി എന്ത് നേടി അല്ലെങ്കിൽ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരുപാട് പേരുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹഫീസ് മുഹമ്മദ് ജലീൽ, അദ്ദേഹത്തിന്റെ ടെറർ കാഴ്ചപ്പാട് ഏത് കാലഘട്ടത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്തത്? അതുപോലെ തന്നെ മസൂദ് അസറിന്റെ ബ്രദറിലോ ആയിരുന്നു. അദ്ദേഹമാണ് ഇവരുടെയൊക്കെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്തിരുന്നതെന്ന് പറയുന്നു. അപ്പൊ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന ഈ ടെറർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക കാര്യ മന്ത്രി, ധനമന്ത്രി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക്. അതുപോലെ തന്നെ മുഹമ്മദ് യൂസഫ് അസർ, അദ്ദേഹവും ഒരു ബ്രദറിലെയോ ആണ്, ഇദ്ദേഹത്തിന്റെ ഒരു മൂന്നാമത്തെ ബ്രദറിലെയോ ആണ്. IC-814 പണ്ടത്തെ നമ്മളുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയതിലെ പ്രതിയാണ്. അപ്പോൾ കാലാകാലങ്ങളായി ഇന്ത്യയുടെ ഒരു ഏറ്റവും മുഖ്യ ശത്രുവായിരുന്ന അല്ലെങ്കിൽ തീവ്രവാദികളായിരുന്ന ആളുകളെ എല്ലാം ഇതുപോലെ അമർച്ച ചെയ്യാൻ ഒരൊറ്റ സ്ട്രൈക്ക് കൊണ്ട് അല്ലെങ്കിൽ 23 മിനിറ്റ് കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അബു ജുൻസാൽ, ഖാലിദ്, ഇത്തരത്തിലുള്ള ധാരാളം പേരുകൾ ധാരാളം ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഇത് കുറെ നാളുകളായി ഇന്ത്യക്കെതിരെ നടത്തിയിരുന്ന പാകിസ്ഥാനോ അല്ലെങ്കിൽ അവിടുത്തെ ടെറർ ഓർഗനൈസേഷനോ നടത്തിയിരുന്ന വലിയ ഒരു അക്രമ സമരത്തെ അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തെ നമ്മൾ നേരിട്ടിരിക്കുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം 2005 ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര പേരാ മരിച്ചത്? 70 പേര് മരിച്ചു. 2006 വാരാണസി ബോംബിംഗ് ഉണ്ടായിരുന്നു, അവിടെ എത്ര 28 പേര് മരിച്ചു. 2006 മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് 250 പേര് മരിച്ചു. ഞാൻ കണക്ക് പറയുന്നില്ല. ഏതാണ്ട് 2013 ഒരു ഹൈദരാബാദ് ബ്ലാസ്റ്റിൽ 18 പേര് മരിച്ചതടക്കം ഏതാണ്ട് 750 പേരോളം മരിച്ചിട്ടും നമുക്ക് ഇത്തരത്തിൽ ഈ IC-84 അടക്കം 814 ആളുകളെ നമുക്ക് പ്രതിരോധിക്കുവാനോ അവരെ തകർക്കുവാനോ അവരുടെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യാനോ നമുക്ക് സാധിച്ചില്ല. ഇന്നാണ് അവരെല്ലാം ഈ പഴയ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇത് വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ ഡയലോഗുണ്ട്. ടേക്കൺ എന്ന സിനിമയിൽ ഒരു നീൽസൺ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഐ വിൽ ലുക്ക് ഫോർ യു, ഐ വിൽ ഫൗണ്ട് യു ആൻഡ് ഐ വിൽ കിൽ യു എന്ന് പറയുന്ന പോലെ തീവ്രവാദികൾ എവിടെ പോയി ഒളിച്ചാലും അവരുടെ മാളത്തിൽ പോയി ആക്രമിക്കുവാനും അവരെ കീഴ്പ്പെടുത്തുവാനും ചെയ്യുവാനുള്ള ശരി, അതിൽ തർക്കമില്ല. ശ്രീ PR ശിവശങ്കർ, നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ താങ്കൾ ആ പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഇതിലൊരു മൂന്നാം രാഷ്ട്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നതിപ്പോൾ KC വേണുഗോപാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സിംല കരാർ എന്ത് സംഭവിച്ചു? നമ്മളുടേതായൊരു നിലപാടുണ്ട് ഈ വിഷയത്തിൽ. ഒരിക്കലും ഇത് ഒരു മൂന്നാം രാഷ്ട്രത്തെ ഇതിൽ ഇടപെടുവിക്കില്ല എന്നുള്ളത്. അത് പാകിസ്ഥാന്റെ താല്പര്യമാണ്. നമ്മൾ അതിന് കീഴടങ്ങിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിൽ നിന്ന് ഈ വിഷയം നമ്മൾ ആദ്യം അറിയേണ്ടി വന്നു? പിന്നീട് തുടർച്ചയായി അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അവരുടെ ഒരു ഇടപെടൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അതിലൊരു കൃത്യമായ വിശദീകരണം എവിടെയാണ്? നോക്കൂ, നമുക്കറിയാം പാകിസ്ഥാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധവും ട്രംപിനെ പോലുള്ള ആൾക്കാരുടെ ആഗ്രഹവുമെല്ലാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏകപക്ഷീയമായി പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വരുമ്പോൾ ഇന്ത്യയുമായി സംസാരിക്കുവാൻ പോലും ആ സമയത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴായിരിക്കാം ഒരുപക്ഷെ പൂർണ്ണമായി പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്ത് പോയി കീഴടങ്ങിയതും ഇത് പറഞ്ഞതും. പക്ഷേ നമ്മളുടെ സ്റ്റാൻഡ് എന്താണ്? അദ്ദേഹം വിൻസെന്റ് പോലും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, വിദേശകാര്യ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു, വി ആർ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് സിന്ദൂർ.
ഒരു സംശയത്തിനിടയില്ലാത്ത വണ്ണം ഇന്നും നമ്മൾ ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ സൈനിക തലവന്മാർ തമ്മിൽ നമ്മളാണ് സംസാരിക്കുന്നത്. മറ്റു ഒരു രാഷ്ട്രത്തിനും ഇന്ത്യയുമായിട്ടുള്ള ഇത്തരം ചർച്ചയിൽ ഇടപെടാൻ താല്പര്യമില്ല, ഇന്ത്യ സമ്മതിക്കില്ല എന്ന് പലകുറി പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതെല്ലാം വിട്ടേക്കൂ. ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചരിത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദിയെ വിട്ടേക്കൂ. ഏറ്റവും വളരെ സാധു എന്ന് വിശ്വസിക്കുന്ന മാന്യരിൽ മാന്യരെന്നൊക്കെ ഇവർ തന്നെ പറയുന്നു. ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഒരു കാലഘട്ടത്തിൽ ഇവിടെ പൊക്രാൻ അണുബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ രാജ്യമാണ്. അത്തരം പാരമ്പര്യമാണ് ബി ജെ പിക്കും ബി ജെ പിയുടെ നേതാക്കൾക്കും ബി ജെ പിയുടെ പ്രധാനമന്ത്രിക്കുമുള്ളത്. ഒരു രാജ്യത്തിന്റെ മുൻപിലും തങ്ങളുടെ ആത്മാഭിമാനമോ തങ്ങളുടെ സ്വാതന്ത്ര്യമോ പണയപ്പെടുത്തുന്ന ഒരു ചരിത്രവും ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ വാജ്പേയിക്കോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാധികാര രാഷ്ട്രമാണ്. അതിൻ്റെ തീരുമാനങ്ങൾ ഇന്ത്യയും അല്ലെങ്കിൽ ആർമി തന്നെ എടുക്കും, ഒരു സംശയവുമില്ല. അത് വിദേശകാര്യ മന്ത്രിയും ഇന്ന് പ്രൈം മിനിസ്റ്ററും തീർത്താക്കി പറയും, ഒരു സംശയവുമില്ല. മറ്റൊരു രാജ്യങ്ങൾക്കും നമ്മളുടെ ഈ കാര്യത്തിൽ ഇടപെടാൻ ഒരു സാധ്യതയുമില്ല. അല്ല, പക്ഷേ അതിലൊരു സംശയമുള്ളത് ശ്രീ പി ആർ ശിവശങ്കർ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഞാനൊന്ന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റിലൂടെയാണ് നമ്മളൊക്കെ അറിയുന്നത് ഒരു വെടിനിർത്തലായിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐ എം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു എ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന് പറയുകയാണ്. അത് ആദ്യത്തെ ട്വീറ്റ്. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടി നീളമുള്ളൊരു ട്വീറ്റിലാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇതിങ്ങനെ പറയുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നു, പവർഫുൾ ലീഡർഷിപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. കൂടാതെ ഒരു 1000 വർഷം കഴിഞ്ഞാൽ ഐ വിൽ വർക്ക് വിത്ത് യു ബോത്ത് to see if after 1,000 years a solution can be arrived at concerning Kashmir എന്ന് പറയുകയാണ്. ഇത് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണ്? ഇതല്ലല്ലോ നമ്മളുടെ പ്രഖ്യാപിത നിലപാട്. ഇനി അതൊക്കെ പോട്ടെ, ട്രംപ് അങ്ങനെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിൻ്റെ വിടുവായത്തമാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല BJP നേതാക്കളിൽ നിന്നൊക്കെ നമ്മൾ കേട്ട ഒരു മറുപടിയാണ്. മാർക്കോ റൂബിയോ പറയുന്നത് എന്താണ്? അദ്ദേഹവും ഇതേ തരത്തിൽ തന്നെയാണ് അവിടെ നിന്ന് വരുന്ന പ്രസ്താവന. അതായത് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് തെറ്റാണോ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല എന്ന് ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞുകൂടെ ശ്രീ പി ആർ ശിവശങ്കർ? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇപ്പോൾ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇന്ത്യൻ ആർമി ചീഫിനേക്കാൾ കൂടുതൽ സത്യസന്ധതയും അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്നതും US പ്രസിഡന്റായ ട്രംപിനെയും അല്ലെങ്കിൽ മാർക്കോനെയുമാണ്. ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഇവർക്ക് പണ്ടേ സംശയമായിരുന്നു. ഇവർ നിരന്തരം സംശയം ഉന്നയിച്ചതാരാണ്? ബിപിൻ റാവത്ത് ഇന്ത്യയുടെ CDS ആയപ്പോൾ ആ CDS സിസ്റ്റത്തെയും അതുപോലെ തന്നെ ബിപിൻ റാവത്തിനെയും നിരന്തരം കളിയാക്കുകയും വെല്ലുവിളിക്കുകയും ഇറ്റ്സ് എ റോങ് ഫുട്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ശ്രീ ഡോക്ടർ മോഹൻ പിള്ള തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് എഫക്റ്റീവ് കോർഡിനേഷൻ ഓഫ് ദ 3 ആർമീസ് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ ലോകം മുഴുവനും ഇന്ത്യയുടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെ എതിർത്തു. റഫേലിനെതിരെ ഇവരെ യുദ്ധ സമാനമായ കാര്യങ്ങളെല്ലാം ചെയ്ത് സുപ്രീം കോടതി വരെ പോയില്ലേ? അതുപോലെ തന്നെ ഇവിടെ S-400 എടുത്തപ്പോഴത്തേക്ക് റഷ്യക്കെതിരെ അമേരിക്ക ഇതാ ശക്തമായി എതിർത്തിരിക്കുന്നു, അമേരിക്കയെ പിണക്കരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കാലാകാലങ്ങളിൽ ഇവർക്ക് ഇന്ത്യൻ ആർമിയെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ പ്രതിരോധ മന്ത്രിയെയോ പ്രതിരോധ സൈന്യ മേധാവികളെയോ അല്ല വിശ്വാസം, മറിച്ച് ഇവർക്ക് ആ കാലഘട്ടത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെയായിരുന്നു. ഒരൊറ്റ കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇത് ഏകപക്ഷീയമായി പാകിസ്ഥാന് ഒരുപക്ഷെ കീഴടങ്ങുവാനുള്ള മറ്റ് ഒരു പോംവഴി ഇല്ലാതപ്പോൾ ഭയന്നുപോയ, നേരത്തെ ശ്രീ വിൻസെന്റ് ഒക്കെ പറഞ്ഞതുപോലെ അവരുടെ ഒരുപക്ഷെ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ അക്രമം നേരിട്ടപ്പോൾ ഇന്നെല്ലാം ഉണ്ട്. അവിടെ ഭൂചലനം ഉണ്ടായിരിക്കുന്നു 2 പ്രാവശ്യം, റിച്ചർഡ് സ്കെയിലിൽ 5.5 ഒക്കെ ഉണ്ടായിരിക്കുന്നു, ഭൂചലനം ഉണ്ടായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ആറ്റമിക് എനർജിയുടെ ലീക്കേജ് കൊണ്ടാണോ, അത്തരത്തിലുള്ള കാര്യമാണോ ചർച്ച ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഭയമുള്ള ഒരു രാജ്യം, ഒരു ബെഗറായിട്ടുള്ള രാജ്യം, ആ രാജ്യത്തിന് അതല്ലാതെ മറ്റെന്ത് സാധ്യതയാണുള്ളത്? പൂർണ്ണമായി കീഴടങ്ങുക, സമതാവാദം പറഞ്ഞ അമേരിക്കയോട് പാകിസ്ഥാൻ കീഴടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ എങ്ങനെയാണ് നമ്മളുടെ ഒരു വിഷയത്തിൽ അവർ ഇടപെട്ടുകൊണ്ട് ആദ്യം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത്, പിന്നീട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്? അത് ഇന്ത്യക്ക് അതിൽ സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി തന്നെ അത് പറയേണ്ടുന്ന ഒരു ബാധ്യതയുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ മോഹൻ പിള്ള, നമുക്കൊരല്പം വേഗം പോകാം, കാരണം കൃത്യം 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ എത്തുമെന്നാണ്. ഇതിപ്പോൾ ഈ നമ്മളുടെ ഒരു ആയുധക്കരുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ബ്രാഹ്മോസ്, അതുപോലെ തന്നെ റഫാൽ, S-400, ഇങ്ങനെ ആകാശ്, പിനാക്ക, ഇതെല്ലാം അതിൻ്റെയൊക്കെ കരുത്ത് എത്രയാണോ എന്ന് കാണുന്നു. എന്നാൽ പാകിസ്ഥാനാകട്ടെ ചൈനീസ് നിർമ്മിത അവരുടെ ഏറ്റവും
മുന്തിയത് എന്ന് അവർ അവകാശപ്പെടുന്നത് പോലും PL-15 ആകട്ടെ, അതുപോലെ HQ-9, അങ്ങനെ അതുപോലെ തുർക്കി നൽകിയിട്ടുള്ള ഇഹ സോങ്കാർ ഡ്രോൺ, ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുന്നത്, ഇന്ത്യയുടെ കരുത്ത് അവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇന്ത്യ തദ്ദേശ നിർമ്മിത ആകാശം ഉൾപ്പെടെയുള്ളതിൻ്റെ ഒരു ശക്തി എത്രത്തോളമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് കൂടി പാകിസ്ഥാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുവരെ അവർക്ക് വാചകമടിക്കാം, വീമ്പടിക്കാം, ഭീഷണി മുഴക്കാം. പക്ഷേ ഇനി ഒരു പക്ഷേ അതിന് അവർ മുതിരാനുള്ളൊരു സാധ്യത അതെത്രത്തോളമാണ്? അങ്ങനെ ഒരു പാഠം കൂടി ഓപ്പറേഷൻ സിന്ദൂർ നൽകിയിട്ടില്ലേ ഡോക്ടർ മോഹനൻ പിള്ള? തീർച്ചയായിട്ടും ഇത് രണ്ട് ക്വസ്റ്റ്യനും കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വരും. കാര്യം ഇതിനകത്ത് നമ്മൾ കാണേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, US എല്ലാവരും ഇപ്പം രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് US ഇൻ്റർഫിയറൻസ്. ഞാനത് വേറൊരു ആംഗിളിലാണ് കാണുന്നത്. US എല്ലായ്പ്പോഴും ഇവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങോട്ട് ചെന്ന് US അപ്രോച്ച് ചെയ്തിട്ടില്ല. ദേ ക്യാൻ പ്രൊക്ലെയിം ദംസെൽഫ്. അവർ തന്നെ അവരുടെ അഭിപ്രായം Day 1 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം US താല്പര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ അതായത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒരു ശാക്തീകരിച്ചെടുക്കാൻ നല്ലൊരു റോള് വഹിച്ചിട്ടുള്ള USSR ആണെങ്കിൽ, അതുപോലെ ടെററിസ്ഥാൻ ആർമിയെ ചൈനയുമായിട്ടുള്ള ഈ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് മുമ്പ് US ഒരു മെയിൻ റോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയുടെ ഈ കൊടുത്തിട്ടുള്ള വെപ്പൺസൊക്കെ മോസ്റ്റ് ഇൻഎഫക്റ്റീവ് ആണ് എന്ന് ടെററിസ്ഥാനിലെ ആൾക്കാർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും മോർ ആൻഡ് മോർ പർച്ചേസ് ഫ്രം ചൈന അവിടുത്തെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. പക്ഷേ അവിടെ US വീണ്ടും താല്പര്യം കൂടും. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ഹാവ് എ ട്രേഡ് വിത്ത് ബോത്ത് ദ കൺട്രീസ് എന്ന് അവർ ഓൾറെഡി പറഞ്ഞു. അപ്പം ആ ഒരു ദുഷ്ടലാക്കല്ലെങ്കിലും അവരുടെ ട്രേഡ് ഇൻട്രസ്റ്റ് ആണ് ബേസിക്കലി അവിടെ വന്നിരിക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് US ഇന്റർഫിയർ ഞങ്ങളുണ്ട്, ഞങ്ങൾ അവിടുത്തെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അല്ലെങ്കിൽ ഒരു കാരണവരാണെന്നുള്ള രീതിയിൽ ഇവിടെ ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിക്കുന്നു, ഈവൻ ദോ വി ആർ നോട്ട് റിക്വസ്റ്റഡ്. അതാണ് അതിന്റെ ഒരു കാര്യം വരുന്നത്. അല്ല, അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റിൽ അത് പറയുന്നുണ്ട്. വ്യാപാരം, ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുമെന്ന്. അത് ആ സമയത്ത് പറയേണ്ടതാണോ എന്നറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വാചകം ഒരു ട്വീറ്റിൽ ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതാണ് എയിം എന്ന് പറയുന്നത്. കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഐ റിപ്പീറ്റ് ദ സെയിം തിങ്. ഒന്ന്. രണ്ടാമത്, എന്തുകൊണ്ട് പണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്, അത് ഞാൻ കാണുന്നത് വാട്ട് പ്രസന്റ്ലി വി ആർ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് ഈ ലെവലിൽ എത്തിയത് അന്ന് മുതലേ ഇതുപോലെ അറ്റാക്ക് ചെയ്യുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റിൽ നമ്മൾ താഴോട്ട് പോയേനെ. അതുകൊണ്ടാണ് അന്ന് ആ കാലങ്ങളിലുള്ള ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്ത് ഫുൾ ഫ്ലെഡ്ജ് അറ്റാക്കിലോട്ട് പോകാതിരുന്നത്. പിന്നെ US അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പോയിന്റിൽ മാത്രമായി ഡിസഗ്രി വിത്ത് ദ പ്രസന്റ് സിസ്റ്റം. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നോ ഫ്ലൈ സോണിൽ എന്തുകൊണ്ട് പാസഞ്ചർ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തു? അത് ഇന്റർനാഷണൽ നോംസിനെതിരാണ്. അതിനെ ഒരു രാജ്യവും എതിർത്തില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലൈയിങ് ടെററിസ്ഥാനിലോട്ടുള്ളത് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ഇന്റർനാഷണൽ ഏവിയേഷൻ അതോറിറ്റി ഉണ്ട്. അത് ചെയ്തില്ല. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ടസിലുള്ളപ്പം നോ ഫ്ലൈ സോണായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു സിവിലിയൻ ഫ്ലൈറ്റും അതിലൂടെ ഫ്ലൈ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു രാജ്യവും അതിന് എതിർപ്പ് പറഞ്ഞില്ല. അത് തീർച്ചയായിട്ടും അവരെ പാസഞ്ചർ വൈൽ ഏവിയേഷൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സിസ്റ്റം ബ്ലോക്ക് ചെയ്യേണ്ടതാണ് കുറെ നാളത്തേക്കെങ്കിലും ആസ് എ പുണിറ്റീവ് ആക്ഷൻ. അത് ചെയ്തില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റ് ഇനിയും നമ്മൾ ചെയ്യുന്ന ഓരോരോ മൈൽഡ് മിസ്റ്റേക്ക് വിച്ച് വിൽ കോസ്, നമ്മളിപ്പോൾ അതൊന്നും അറിയില്ല. അതായത് 62-ൽ ഗവൺമെന്റ് ചെയ്തത് അന്നത്തെ സാഹചര്യത്തിൽ ദലൈലാമയ്ക്ക് അഭയം കൊടുത്തു. അത് എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നിന്നുള്ള ഒരു ശത്രുവിന് നമ്മൾ അയൽരാജ്യത്തായ അഭയം കൊടുത്താൽ നമ്മൾ എല്ലായ്പ്പോഴും ആ ഒരു ആംഗിളിലേ കാണുകയുള്ളൂ. ദലൈലാമയ്ക്ക് അഭയം കൊടുത്താണ് മെയിൻ കൺസേൺ. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ടിബറ്റിയൻസ് ഉണ്ടായിരുന്നു, അവരുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അഭയം കൊടുത്തു. ബട്ട് വാട്ട് ദ പ്രസന്റ് സിസ്റ്റം? ഷെയ്ഖ് ഹസീന, ഓഫ് കോഴ്സ് ഹസീനയ്ക്ക് അഭയം കൊടുത്തു. പക്ഷേ ടാക്ട്ഫുൾ ആയിട്ട് ഒരു ടൈം ബീയിങ് കൊടുത്തിട്ട് വി ഷുഡ് ഹാവ് സ്ലൈറ്റ്ലി ആൻഡ് ഡിപ്ലോമാറ്റിക്കലി ഷിഫ്റ്റ് ഹർ അറ്റ് ദി ഏർലിയസ്റ്റ് സോ ദാറ്റ് ബംഗ്ലാദേശ് വിൽ ബി മോർ ആൻഡ് മോർ കോപ്പറേറ്റീവ് വിത്ത് അസ്. കൂടുതൽ സഹകരിച്ച് നിൽക്കണം. അത് പവർ എല്ലാം പ്രധാനം. അവർ മോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്നുള്ളതിൽ പ്രധാനം. നേപ്പാൾ ആണെങ്കിലും ഭൂട്ടാൻ ആണെങ്കിലും നെയ്ബേഴ്സ് ആണ്. ആ നെയ്ബേഴ്സിനെ ഒന്നിച്ച് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല എങ്കിൽ ലോങ് റണ്ണിൽ, നോട്ട് നൗ, മേ ബി ആഫ്റ്റർ 15, 25 or 30 years ദ സെയിം ഹിസ്റ്ററി. അന്നും നമ്മൾ ഇതുപോലെ അന്നത്തെ ചർച്ചയിൽ പറയും, അന്ന് ഈ ഗവൺമെന്റ് ചെയ്തത് തെറ്റായിരുന്നു, എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല. അതുപോലെ തന്നെ ഇന്ന് എന്തുകൊണ്ട് ഫുൾ ഫ്ലെഡ്ജ് വാറിലോട്ട് പോയില്ല? Because of development. We should not forget that. Just for political altercation, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. Our motherland should develop more. At the same time, defense forces as well.
നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ചൈന ഈസ് മോർ വറീഡ് ബിക്കോസ് ദെയർ വെപ്പൺസ് ആർ ഇഫക്റ്റീവ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. കാര്യം 80% വെപ്പൺ കൊടുത്തിരിക്കുകയാണ്. ആ വെപ്പൺ ട്രയൽ ചെയ്യാനുള്ള ഒരു അവസരമായത്. ചൈന ഒരിടത്ത് യുദ്ധം ചെയ്തിട്ടില്ല 62-ന് ശേഷം, ഇന്ത്യയുമായിട്ട് മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. അപ്പം അമേരിക്ക പമ്പ് ചെയ്ത് പല രാജ്യങ്ങളിലും അവരുടെ വെപ്പൺ അവർ എഫക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധം വരുമ്പോൾ മാത്രം ഇവരുടെ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ളത് എഫക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ചൈന കൊടുത്തത് എഫക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ ഇവിടെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ചൈന കൂടുതൽ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി മോർ ആൻഡ് മോർ. അത് അവരുടെ എഫക്റ്റീവ്നെസ്സെ ബാധിച്ചു. അതാണ് ചൈനയ്ക്ക് നേരിട്ടൊരു യുദ്ധം ഒരിടത്തും ചെയ്തിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഡിഫൻസ് ഫോഴ്സസിന് ഇന്ത്യയെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള രാജ്യത്തിന്റെ ഒരു മൊറാൽ ബൂസ്റ്റിംഗ് ആണ് വാട്ട് എവർ ദ ചൈന ഹാസ് ഗിവൺ. അതെല്ലാം ഫ്ലോപ്പായി എന്നുള്ളത് അതൊരു മേജർ ഇതാണ്. അതുപോലെ തന്നെ തുർക്കിയുടെ ഡ്രോണുകളും എല്ലാം അതേ തരത്തിൽ തന്നെയാണ്. അതാണ് ഇപ്പോൾ പാകിസ്ഥാന് എന്തെങ്കിലും തരത്തിൽ വീമ്പടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്. എന്നിട്ടാണ് വീമ്പടി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി അവർക്ക് വന്നാൽ നല്ലത്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ചെറിയ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അത് അവസാനിക്കുന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ആണവ യുദ്ധം ഒഴിവാക്കി എന്ന തരത്തിലേക്ക് അടുത്ത പ്രസ്താവന വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുതിയതായി നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിപ്പോൾ ട്രംപ് പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മാർക്കോ റൂബിയോയുടെ ഒക്കെ പ്രസ്താവനയിലും അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലുമൊക്കെ കാണുന്നത് ഇതിലൊരു അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ വരുന്ന ചർച്ചകൾ ന്യൂട്രൽ സൈറ്റിൽ നടത്താൻ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന തരത്തിലേക്കുള്ളൊരു വാചകങ്ങൾ, അതൊരു സംശയം ഉണ്ടാക്കുന്നതാണോ ഡോക്ടർ പി ജെ വിൻസെന്റ്? ഇതിനു മുൻപ് നമ്മൾ കാണാത്ത തരത്തിലേക്കാണോ അത്? അല്ല, ഈ രാജ്യം അതിൻ്റെ പോളിസി എക്കാലത്തും ഒരുപോലെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. സാഹചര്യം മാറുന്നതിനനുസരിച്ച് പോളിസിയിലും മാറ്റം വരും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ട്രംപിൻ്റെ പ്രസ്താവന ചൈനയ്ക്ക് എതിരായിട്ടാണ്. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ കോളനിയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ചൈനയുടെ ഒരു സാമന്ത സ്റ്റേറ്റാണ്. പൂർണ്ണമായും ചൈനയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇന്ന് പാകിസ്ഥാൻ. അത് ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ 81% ചൈനയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ചില ന്യൂക്ലിയർ പ്രകമ്പനങ്ങൾ അടക്കമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ രാജ്യം അത് നിലനിൽപ്പിനുള്ള ഭീഷണിയെ നേരിടുന്നു എന്നർത്ഥം. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു പക്ഷേ ആശ്രയിച്ചത് അമേരിക്കയാണെങ്കിൽ ആ കാര്യം ലോകത്തോട് പറയേണ്ടത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്കൻ താല്പര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ തകർന്നടിയുമ്പോൾ ഞങ്ങളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്, അഥവാ ഞങ്ങളാണ് അവരെ സംരക്ഷിക്കുന്നതെന്ന് പറയാൻ കാര്യം കൂടി ട്രംപിനുണ്ട്. അതോടൊപ്പം നോക്കൂ, സാമ്പത്തികമായി തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി ആയിരിക്കാം $3.2 ബില്യൺ സഹായം പ്രഖ്യാപിച്ചത് IMFന്റെ. അതോടൊപ്പം $1 ബില്യൺ സഹായം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്ക ഇതിനകത്ത് അവർക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല താല്പര്യങ്ങളും. അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഡോക്ടർ പി ജെ വിൻസെന്റ്. ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യമുണ്ടല്ലോ, നമ്മളുടെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പുലർത്തിപ്പോകുന്ന ഒരു കാര്യത്തിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണ്ടേ? ഇതാണ് അവർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അറിയിക്കാതിരിക്കുന്നത്? അങ്ങനെ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു മൂന്നാം കക്ഷി ഇടപെടാറില്ല. അതാണ് കീഴ്വഴക്കം. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, പോളിസി മാറുന്നത് വളരെ സ്വാഭാവികമാണ്. മാറും. ചിലപ്പോൾ സിംല കരാറൊക്കെ റദ്ദ് ചെയ്തൊക്കെ പോകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ അത് കൃത്യമായി പ്രതിപക്ഷത്തെയും ഇന്ത്യയിലെ ജനങ്ങളെയും അറിയിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ആ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ സിംല കരാർ തന്നെ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ സുചിന്തിതമായ നിലപാട്. അക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷിയെ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് ന്യൂക്ലിയർ ആംഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ മുഖാമുഖം നിൽക്കുമ്പോൾ അതിൽ ഒരു സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യം അതിൽ ബാക്ക്ഡോർ ഡിപ്ലോമസിയുടെ ഭാഗമായി ഇടപെടുന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മുടെ ഉറ്റ സുഹൃത്തായ സൗദി അറേബ്യ അതിൽ ഇടപെടുന്നു. അതുപോലെ മറ്റു ചില രാജ്യങ്ങൾ, പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള രാജ്യങ്ങൾ, എന്തിന് മാർപ്പാപ്പ തന്നെ പറയുന്നു നിങ്ങൾ അടിയന്തരമായി വെടിനിർത്തൽ ഉണ്ടാവണമെന്ന് പറയുന്നു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ്
രണ്ടിനും ആണവായുധമുണ്ട്. അവരൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്ത് യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങളൊക്കെ അതിൽ ഇടപെടാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ സിംല കരാറും അതിനെ തുടർന്ന് ഇന്ത്യ കാശ്മീർ വിഷയത്തിലും അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നം മാത്രമാണ്. അതിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്റെ സംശയമാണ്, നമ്മൾ ഇതുവരെ ഇതിനു മുൻപ് കേട്ടിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുള്ളത് ഇമ്മീഡിയറ്റ് സീസ് ഫയറിന് എഗ്രി ചെയ്തിട്ടുണ്ട്, കൂടാതെ ആൻഡ് ടു സ്റ്റാർട്ട് ടോക്സ് ഓൺ എ ബോർഡ് സെറ്റ് ഓഫ് ഇഷ്യൂസ് അറ്റ് എ ന്യൂട്രൽ സൈറ്റ്. യെസ്